ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2024 ഡിസംബർ മാസം 1-ാം തീയതി, വൃശ്ചിക മാസം 16-ാം തീയതി, ഞായറാഴ്ച. സമയം രാവിലെ 6 മണി. സ്വർണ്ണവില വീണ്ടും താഴേക്കിറങ്ങിയിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിൽ ഓരോ ദിവസവും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് കുതിച്ചുയർന്ന സ്വർണ്ണവില പവന് 60,000 രൂപ മറികടക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും നവംബർ മാസം പിറന്നതോടെ വൻ തകർച്ച നേരിടുകയായിരുന്നു. നവംബർ മാസത്തിൽ ആദ്യ 2 ആഴ്ച വൻ തകർച്ച നേരിട്ടതിന് ശേഷം വീണ്ടും ഉയർന്നും വീണ്ടും താഴേക്കിറങ്ങിയും ചാഞ്ചാട്ടം തുടർന്ന സ്വർണ്ണവില പവന് 57,000 രൂപയുടെ പരിധിയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്ത് പവന് 80 രൂപയും ഗ്രാമിന് 10 രൂപയും കുറഞ്ഞ സ്വർണ്ണവില വരും ദിവസങ്ങളിലും കുറയുമെന്ന പ്രതീക്ഷയിലാണ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർ. അന്താരാഷ്ട്ര മാർക്കറ്റിലും നേരിയ തോതിൽ താഴേക്കിറങ്ങിയ സ്വർണ്ണവില $2,650 പരിധിയിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച വ്യാപാരം അവധിയായതിനാൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $2,651. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,800 രൂപ, 1 പവൻ 62,400 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 5,850 രൂപ, 1 പവൻ 46,800 രൂപ. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,150 രൂപ, 1 പവൻ 57,200 രൂപ. സംസ്ഥാനത്ത് ഇന്ന് വെള്ളിവില 1 ഗ്രാം 100 രൂപ, 1 കിലോ 1,00,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്